അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബീഉൽ അവലിന് പ്രത്യേകതയുണ്ടോന്നാ? റബീഉൽ മാസത്തിന് വല്ല പ്രത്യേകതയുണ്ടോന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പറ്റുമെന്നാ? തെളിയിക്കാം. അബൂ ഖത്താർ റളിയല്ലാഹു അൻഹു പറയുന്നു, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു ചോദിക്കപ്പെട്ടു. അപ്പം എന്ത് പറഞ്ഞു? എന്നെ പ്രസവിക്കപ്പെട്ടതും എൻ്റെ മേൽ ഇറക്കപ്പെട്ടതും അന്നാണ് എന്ന് മുസ്ലിം റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് 1 വാള്യം 368. അപ്പോൾ തിങ്കളാഴ്ചയുടെ പ്രത്യേകതക്കും ശ്രേഷ്ഠതക്കും 2 കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. ഒന്ന്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ടതും അന്നാണ്. ഹദീസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ടു എന്നതിന് ഖുർആൻ ഇറക്കപ്പെട്ടു എന്നും വഹി ഇറക്കപ്പെട്ടു എന്നും അർത്ഥം കൊടുക്കാം. ഖുർആൻ വഹി മുഖേനയാണ് ഇറങ്ങുന്നതെങ്കിലും വഹി മുഖേന ഇറങ്ങുന്നതെല്ലാം ഖുർആൻ ആകണമെന്നില്ല. അപ്പോൾ വഹി ഇറക്കപ്പെട്ടു എന്നാൽ പ്രവാചകനാകപ്പെട്ടു എന്നാണ് അർത്ഥം. ഇനി ഒന്നാമത്തെ അർത്ഥമായ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് വെക്കുകയാണെങ്കിൽ ഖുർആൻ അവതരിപ്പിച്ചത് തിങ്കളാഴ്ചയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൻ്റെ താല്പര്യം. ചില ഹദീസിലുണ്ട് എന്ത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിൽ അവതരിപ്പിച്ചു എന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റമദാൻ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കിതാ ഈ മാസം ആഗതമായിരിക്കുന്നു. ഈ മാസത്തിൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുണ്ട് എന്ന് ഇബ്നു മാജ. ഈ ഹദീസുകളിൽ നിന്നും ലൈലത്തുൽ ഖദ്റിനും പ്രത്യേകത ലഭിച്ചത് ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ടാണെന്നും ആ ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊണ്ടത് കൊണ്ടാണ് റമദാൻ മാസത്തിന് പദവി ലഭിച്ചതെന്നും വന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ 2 ഹദീസുകളും സംയോജിപ്പിച്ചാൽ റമദാൻ മാസത്തിന് ശ്രേഷ്ഠത ലഭിച്ചത് ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. തിങ്കളാഴ്ചക്ക് ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമായ ഖുർആൻ അവതരണം കൊണ്ട് അതിറങ്ങിയ മാസമാണ് എന്ന് പ്രത്യേകത ലഭിച്ചതെങ്കിൽ അതേ തിങ്കളാഴ്ചക്ക് പദവി ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം നടന്ന റബീഉൽ അവ്വൽ എന്നും പ്രത്യേകതയുണ്ടെന്ന് സമ്മതിക്കാൻ ഞാൻ നിർബന്ധിതനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടത് റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് രാവിലെ പ്രസവിക്കപ്പെട്ടതെന്ന്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിവസം ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വലിന് സ്ഥാനമുണ്ടെന്ന് തെളിയുന്നു. മറ്റൊരു നിലക്കും ഈ മാസത്തിന് പുണ്യമുണ്ട്. അതായത് ആദ്യം പറഞ്ഞ ഹദീസിൽ എൻ്റെ മേൽ ഇറക്കപ്പെട്ടു എന്നതിന് എനിക്ക് പ്രവാചകത്വം ലഭിച്ചു എന്നും അർത്ഥം നൽകാവുന്നതാണ്. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ട ഹദീസിന് മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാനിടയുണ്ട് എന്ത്? അന്ന് എന്നെ പ്രവാചകനാക്കപ്പെട്ടു എന്ന്. ഈ ഹദീസുകൾ പരിശോധിച്ചാലും ഇത് വ്യക്തമാണ്. അനസ് റളിയല്ലാഹു തന്നെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചത് തിങ്കളാഴ്ചയാണെന്ന്. ഈ ഹദീസുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചത് തിങ്കളാഴ്ചയായിരുന്നു എന്ന് തെളിയുന്നു. ഖുർആൻ അവതരിപ്പിച്ചത് റമദാനിലും തിങ്കളാഴ്ചയായിരുന്നു എന്ന് കഴിഞ്ഞ ഹദീസുകൾ പഠിപ്പിച്ചതിന് ഹദീസുകൾ വേറെയുമുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യകാല വഹി ലഭിച്ചിരുന്നത് നല്ല സ്വപ്നം മുഖേനയായിരുന്നു. റമദാനിൽ ഖുർആൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചിരുന്നു എന്നും അന്ന് വഹി ലഭിച്ചിരുന്നത് സ്വപ്നം മുഖേനയായിരുന്നുവെന്നും ബുഖാരിയിലും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി മറ്റൊരു ഹദീസ് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വാലിഹായ സ്വപ്നം നുബുവത്തിൻ്റെ 46 ഒരംശമാണെന്ന്. ഇതിൽ നിന്നും 6 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നം മുഖേന വഹി ലഭിച്ചിരുന്നെന്ന് വ്യക്തമാകുന്നു. കാരണം നുബുവത്ത് 23 വർഷമാണല്ലോ. അതിനെ 46 ആക്കിയാൽ ഒരു ഭാഗം 6 മാസമാണ്. ഉപര്യുക്ത ഹദീസുകളിൽ നിന്ന് റമദാനിൻ്റെ 6 മാസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചിരുന്നുവെന്ന് വരുന്നു. റമദാനിൻ്റെ മുമ്പുള്ള 6 മാസം എണ്ണി നോക്കൂ. ശഅബാൻ, റജബ്, ജമാദുൽ ആഖിർ, ജമാദുൽ അവ്വൽ, റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, റബീഉൽ അവ്വൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയാണെന്ന് വ്യക്തമായി. തിങ്കളാഴ്ച ശ്രേഷ്ഠതയും സ്ഥാനവും ലഭിച്ചതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം ജന്മവും നടന്ന മാസം ഇസ്ലാമിക ദൃഷ്ട്യാ ശ്രേഷ്ഠമാണെന്ന് തെളിയുന്നു. ദിവസത്തിൽ നടക്കുന്ന കാര്യം കൊണ്ടാണ് മാസത്തിന് പദവിയുണ്ടെന്ന് നാം തെളിയിച്ചതാണല്ലോ. റമദാൻ ഉദാഹരണം. അപ്പോൾ മൗലിദ് പാരായണം നടത്തിക്കൊണ്ട് നമുക്ക് വല്ല നേട്ടവും ഉണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം.
മൗലിദ് പാരായണം മഹാത്മാക്കളുടെ സ്നേഹപ്രകടമാണ്. അത് ഏറ്റവും വലിയ പുണ്യമുള്ളതാണെന്ന് നാം തെളിവ് സഹിതം മുമ്പേ വിവരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മഹാന്മാരുടെ സംഭവബഹുലവും സദാചാരിഷ്ഠമായ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം തുടരാനും അതുതന്നെ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇക്കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമ്പിയാക്കളുടെ കീർത്തനം പറയൽ ആരാധനയാണ്, സ്വാലിഹ്യങ്ങളെ പ്രകീർത്തിക്കൽ ദോഷം പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ജാമിഉ സഗീറിലുണ്ട്. ഈ ഹദീസിൽ നിന്നും മഹാന്മാരെ പ്രകീർത്തിക്കുന്നത് നമുക്ക് റഹ്മത്ത് നൽകപ്പെടാനും നമ്മുടെ ദോഷം പൊറുക്കപ്പെടാനും കാരണമാണെന്ന് സംശയിക്കാൻ പഴുതില്ലാത്ത വിധം വ്യക്തമാണ്. ജന്മദിനത്തോടനുബന്ധിച്ച് അറിവ് നടത്തുന്നതിന് ഇസ്ലാമിക വല്ല തെളിവുണ്ടോ? ഖദീജ ബിയുടെ മദ്ഹ് പറയുന്നതോടൊപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുത്ത് ദാനം ചെയ്തത് ജന്മദിനത്തിലാണ് എന്ന് ഹദീസിലില്ലല്ലോ എന്ന് കരുതിയായിരിക്കും പുത്തൻവാദികൾ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചത്. സാധുക്കളല്ലേ ചോദിക്കട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആൺകുട്ടികൾക്ക് 2 ആടും പെൺകുട്ടികൾക്ക് 1 ആടും അഖീഖയായി അറുക്കൽ സുന്നത്താണെന്ന്. അപ്പോൾ പെൺകുട്ടികളുടെ ജന്മദിനത്തെ സന്തോഷിച്ച് 1 ആടിനെ അറുക്കാനും പെൺകുട്ടികളുടെ ഇരട്ടി അനുഗ്രഹമായ ആൺകുട്ടിയുടെ ജന്മദിനത്തെ സന്തോഷിച്ചുകൊണ്ട് 2 ആടിനെ അറുക്കുവാനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലോകത്തിന് അനുഗ്രഹമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് എത്രയോ അറിവ് നടത്തിക്കൂടെ? ഇതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് ചെയ്ത് കാണിച്ച് തന്നിട്ടുമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപത്തിന് ശേഷം അവിടത്തേക്ക് വേണ്ടി തന്നെ അഖീഖ അറുത്തിരുന്നു എന്നുണ്ട്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അഖീഖ അറുത്താണ് ഇവിടെ കാണുന്നത്. വാസ്തവത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7-ാം ജന്മദിനത്തിൽ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അഖീഖ അറുത്തിരുന്നു. അഖീഖ അറുക്കുക എന്നത് ആവർത്തിച്ച് ചെയ്യപ്പെടുന്ന കാര്യമല്ല. എന്നിരിക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അറുത്തത് അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷം രേഖപ്പെടുത്താനും അവിടുത്തെ ജന്മദിനത്തെ സന്തോഷിച്ചുകൊണ്ട് അനുയായികളും അറിവ് നടത്തട്ടെ എന്ന് പഠിപ്പിക്കാനുമാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആഘോഷവും അറിവ് നടത്തലും സ്വന്തം സമുദായത്തിന് സുന്നത്താണെന്ന് പഠിപ്പിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് ചെയ്തു കാണിച്ചു തന്നു. അതുപോലെ നമുക്ക് അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൽ ധാരാളം പഠിക്കാനുണ്ട്. റബീഉൽ അവ്വലിന് പ്രത്യേകതയുണ്ടോ? മൗലിദ് ആകാൻ പറ്റുമോ? അറിവ് നടത്താൻ പറ്റുമോ? പ്രശംസിക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.